നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് 2026 ഫസ്റ്റ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അത് കാണുന്നത് ക്ലീനിങ് ആണെങ്കിലും ഞാൻ പറയുന്ന കാര്യം കുറച്ചൊരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോളിട്ടോ. പിന്നെ അതാ രാവിലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. രാവിലെ തന്നെ കാക്ക പോകുന്നതിന് മുമ്പ് ഞാൻ ഫാനൊന്ന് തുടച്ച് തരുമെന്ന് ചോദിച്ചാൽ ഫാന് തുടയ്ക്കാൻ എനിക്ക് പേടിയാട്ടോ. മേലെ കയറിയിട്ട് എന്തെങ്കിലും ഒടിഞ്ഞ് വീണുക്കുകയാണെങ്കിൽ ആകെ ഇടങ്ങാറായിപ്പോവും. കഴിഞ്ഞ ദിവസം ആ മോള് തന്നെ സ്റ്റൂള് പൊട്ടിയിട്ട് താഴെ വീണ്. അൽഹംദുലില്ലാ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. കാലൊന്നും ചെറുതായി ഒരഞ്ഞു എന്നല്ലാതെ. അത് മാത്രമല്ല, അതിന് മുന്നേ എനിക്ക് പേടിയാണ് മേലെ ഉയരത്തിൽ കയറിയിട്ടൊക്കെ എന്തേ ചെയ്യുക. അപ്പോൾ ഈ കാക്കനോട് വാവാണല്ലോ സാധാരണ ഈ ഫാനൊക്കെ തുടച്ച് തരല്. പോയതിന് ശേഷം അപ്പോൾ നല്ല കഷ്ടപ്പാടാണ് ഫാൻ തുടയ്ക്കാൻ. അപ്പോൾ കാക്ക വന്ന് രണ്ട് ഫാന് താഴെയുള്ളത് തുടച്ച് തരാൻ പറഞ്ഞതാണ്. അത് തുടയ്ക്കൽ കഴിഞ്ഞതിന് ശേഷം ആ മാറാലൊക്കെ എല്ലാ ഭാഗത്തുള്ളതും തട്ടിത്തരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് തുടയ്ക്കുന്നത് കാക്കയ്ക്ക് 2 മണിക്കൂർ വേണം എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ എടുക്കുന്നതിലും സൂപ്പറായിട്ടേക്കും അവിടെ ക്ലീനാക്കി തരിക. അതൊരു വലിയൊരു ഇതാണ് കേട്ടോ. ഇങ്ങനെ എല്ലാ സമയത്തും ക്ലീൻ ചെയ്യാനൊന്നും കൂടി തരൂല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ കൂടി തരും. എനിക്കിത് ആ ഫാനിൻ്റെ മേലെ ഇങ്ങനെ അഴുക്കായപ്പം ഭയങ്കര അസ്വസ്ഥത. ഇനി ഫാനിൻ്റെ മേലെ ഇങ്ങനെ അഴുക്ക് പിടിക്കാം, അതേപോലെ ഈ മാറാല പിടിച്ചിങ്ങനെ ചെറുതായാലും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും ബർക്കത്തും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുമ്പേ ഞാൻ ഈ ഒരു സബ്ജക്റ്റുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിനി. എന്നാലിപ്പോൾ വീണ്ടും ഒന്നും കൂടി ഇടുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിങ്ങനെ ജോലി ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക, പക്ഷെ അതിനൊന്നും ഒരു റഹ്മത്തോ വർക്കത്തോ ഒന്നും ചില കാര്യങ്ങൾക്ക് ഉണ്ടാവില്ല. ജോലി ഇങ്ങനെ ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ആഴ്ചകളോളം മാസങ്ങളോളം ഒക്കെ പണിയെടുത്താലും നമുക്കൊരു വർക്കത്തില്ലാത്ത പോലെയാണ്, കടം വീടാത്ത പോലെ, ഒരു ഐശ്വര്യം ഇല്ലാത്ത പോലെ, വീട്ടിലൊരു സമാധാനം ഇല്ലാത്ത പോലെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഐശ്വര്യമൊക്കെ എപ്പോഴും നിലനിൽക്കും കേട്ടോ. ഇത് അതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ എൻ്റെ പ്ലാവ് കാണിച്ചത് ആ കഴിഞ്ഞ എപ്പോഴും ഞാൻ ചീത്ത പറയുന്ന ഒരു പ്ലാവില്ലേന് അത് വീണ്ടും അതിൻ്റെ ഇലയൊക്കെ മുളച്ച് വന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഇടങ്ങേറാവില്ല എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് ആ പ്ലാവ് നിന്ന സ്ഥലത്തൊരു കുഞ്ഞു വീടില്ലേന്, അവിടെ താമസിച്ചിട്ടുള്ള പുഷ്പ ഇവിടെ അടുത്തൊരു വീട്ടിൽ ജോലിക്ക് വരലുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങളെ രണ്ടാളെയും മുമ്പർത്ത് കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങളെപ്പോഴും ഈ മതിലിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് ഇങ്ങനെ കഥ പറയലുണ്ട്. ഇനി നമ്മൾ പറയാത്ത കഥകളില്ലേന്. പക്ഷെ ഇപ്പം എനിക്ക് ആരും സംസാരിക്കാനില്ലാതായി. പിന്നെ സലീംക്ക കുറിൻ്റെ പൈസ തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. 5-ാം തീയതിയാണ് ഞാൻ പറയില്ല ഞങ്ങൾക്കൊരു കുറിയൊക്കെ ഉണ്ടെന്ന്. അതിൻ്റെ പൈസ ഓരോ ഭാര്യയാണ് എനിക്ക് ഇന്ത്യയിൽ കുറിയുള്ളത്. അപ്പോൾ പോകുന്ന സമയത്ത് പൈസ തന്ന് പോവുകയാണ്. പറഞ്ഞുകൊണ്ടൊന്ന് മറ്റു കാര്യങ്ങളിലേക്ക് പോയില്ല. എന്നാലും അത് പറയുമ്പോൾ ഒന്നും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റിന് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതെ ഞാനും എപ്പോഴും പറയുന്നത് തന്നെയാണ്. ഈ മാറാലുണ്ടല്ലോ അത് ഭയങ്കര ഒരു ലക്ഷണക്കേടാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നിറഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത റൂമുണ്ടെങ്കിലും ഉപയോഗിക്കുന്ന റൂമുണ്ടെങ്കിലും ഇനി ബാത്റൂമിൻ്റെ ഉള്ളിലായാലും ഒക്കെ നമ്മൾ കണ്ണുപെടാത്ത ശ്രദ്ധിക്കാത്ത സ്ഥലത്തുണ്ടാവും ഈ മാറാല. അതേപോലെ തന്നെ ഈ ജനലിൻ്റെ ചെറിയ കമ്പിൻ്റെ ഉള്ളിലൊക്കെ അതേപോലെ നിറഞ്ഞെടുക്കും ഈ മാറാല. നമുക്ക് ചില സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. കട്ടിലിൻ്റെ അടിയിൽ, മേശൻ്റെ അടിയിൽ എല്ലാ ഭാഗത്തും മാറാലുണ്ട്. അത് ഇടയ്ക്ക് ഒരു മാസം കൂടുമെങ്കിലും നിങ്ങൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. മാറാല നിറഞ്ഞെടുക്കുന്ന വീട്ടിൽ ഭയങ്കര ഒരു ഐശ്വര്യക്കേടാണ്. അത് ഏതൊരു ജാതി ആയാലും, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാ ജാതി മതം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഈ മാറാല അറിയാൻ. അപ്പോൾ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അത് കാണുമ്പോൾ ഒരു ഇറിറ്റേഷനുമാണ് നമുക്ക്. എനിക്ക് പ്രത്യേകിച്ച് കേട്ടോ അത് മാറാലി അത് പിന്നെ എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ചണ്ടി നിറഞ്ഞ് കിടക്കുന്ന വീടും ഒക്കെ നമുക്കൊരു ഇറിറ്റേഷൻ തന്നെയാണ് അത് കാണുമ്പോൾ. അതുകൂടി ഒരു നെഗറ്റീവ് എനർജി നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ വരികയും ചെയ്യും. അതാണ് എപ്പോഴും മാറാല തട്ടി വൃത്തിയാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫാനൊക്കെ തുടച്ച് തന്ന് മാറാലൊക്കെ കുറച്ചൊക്കെ തട്ടി കഴിഞ്ഞ ശേഷമൊക്കെ പോയിട്ട് അത് പോയതിൻ്റെ ശേഷമാണ് ഞാൻ ഈ പണിക്ക് നിന്നത്. മറ്റുള്ള ക്ലീനിങ് ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഞങ്ങളോട് കാര്യം പറയുകയും ചെയ്യാമല്ലോ. അതൊന്ന് മാറാലൻ്റെ ഒന്ന്. പിന്നെ അതേപോലെ രണ്ടാമത്തെ ഈ ഒരുപാട് പഴയ തുണികൾ നമ്മൾ അലമാരിയിലും പിന്നെ കാണുന്ന കബോർഡിനുള്ളിലൊക്കെ ഉണ്ടാവും. നമുക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് നാളെ അത് വേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഴയതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാത്തത് ഇങ്ങനെ മടക്കി കെട്ടിപ്പെറുക്കി വെക്കും. അതും ഇതേപോലെ നമ്മൾ വീടിനുള്ളിൽ ഒരുപാട് സാധനങ്ങൾ കുന്നുകൂട്ടിയിട്ടെടുക്കണം. അതും നമ്മളെ വീട്ടിലൊരു വലിയൊരു ലക്ഷണക്കേടാണ് കേട്ടോ. അപ്പോൾ ഈ പഴയ തുണി ഉപയോഗിക്കാൻ പറ്റിയതാണെങ്കിൽ ആർക്കെങ്കിലും അങ്ങോട്ട് നമ്മൾ കൊടുക്കുക, ദാനം ചെയ്തോട്ടെ. അത് കീറി പറഞ്ഞത് കൊടുക്കണ്ട, നല്ലത് തന്നെ ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കാത്ത നമുക്ക് ചിലപ്പം പാകമില്ലാത്ത ഉണ്ടാവും. നാളെ ആർക്കെങ്കിലും ഉപയോഗപ്പെടും എന്ന് വിചാരിച്ച് വെക്കണം. എന്തിനാണ് നമ്മളതൊക്കെ എടുത്ത് വെക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ അലമാരിയിൽ ഉണ്ടാകലുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അലമാരി മൊത്തത്തിൽ തുണി കട്ടിലിൻ്റെ മേലേക്ക് വലിച്ചിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് മാത്രം എടുത്ത് ബാക്കി ഉപയോഗിക്കാത്ത ഉണ്ടാവും. അലമാരിയിലും സ്ഥലം ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് എനർജി നമ്മളെ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിവിടെയൊക്കെ ഈ
ഈ ലെപ്രസി ഹോസ്റ്റലൊക്കെ ഉണ്ടാവില്ല, അവിടെ നിന്നൊക്കെ ഇങ്ങനെ ആളുകൾ വരും കേട്ടോ തുണി എടുക്കാൻ. അപ്പോൾ കീറിയതും പറഞ്ഞതൊന്നും ഓലും എടുക്കില്ല. അപ്പം നമ്മൾ ആ പേരും പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ഈ അണ്ണാച്ചികളും വരും കേട്ടോ കച്ചവടം ചെയ്യാനായിട്ട്. എന്തായാലും വേണ്ടിയില്ല, നമ്മുടെ വീട്ടിൽ നിന്നാണ്ട് ഒയ്യല്ലോ. അവരിതൊക്കെ നൂർത്തി നോക്കി ഒരു പൊട്ടോ പൊടിയോ എവിടെയെങ്കിലും കുടുക്ക് വിട്ടത് പോലും ഓരും എടുക്കൂല കേട്ടോ. അപ്പോൾ ദാനം നോക്കുന്ന പശുവിൻ്റെ കറവ ദാനം കിട്ടുന്ന പശുവിൻ്റെ കറവ നോക്കുന്ന അറിയുന്ന മാതിരിയാണത്. അതെന്തോ ആട്ടെ. പിന്നെ അതേപോലെ നമ്മുടെ മാക്സിൻ്റെ കഴുത്ത് ഭാഗമൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കിയാൽ അടിഭാഗം നമുക്ക് കൈക്കൽ കൂട്ടുന്ന തുണിയാക്കാം. അടുക്കളയിൽ തുടയ്ക്കാനും ടേബിൾ തുടയ്ക്കാനും പിന്നെ അടുപ്പത്തുനിന്ന് ചട്ടി ചെമ്പൊക്കെ ഇറക്കി വെക്കാനുള്ള ആക്കും ചെയ്യാം. അതേപോലെ തന്നെ ബനിയനും കൊണ്ട് ഈ നിലത്തിടുന്ന മാറ്റ് ഉണ്ടാക്കും. അങ്ങനെ വിരുതുള്ള പെണ്ണുങ്ങൾ അതൊക്കെ ഉണ്ടാക്കും കേട്ടോ. നമ്മളെപ്പോലെ മടിയുള്ള പോലെ ഒന്നും ഉണ്ടാക്കൂല. എന്തെങ്കിലുമൊക്കെ ചെയ്യുക ആ തുണികൾ കൊണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നമ്മളെ വീട്ടിൽ നമ്മളിപ്പോൾ ഒരു 2-3 അംഗങ്ങളുള്ള വീടാണെങ്കിൽ പോലും നമ്മൾ അപ്സ്റ്റെയറിലുള്ള വീടുകളൊക്കെ ഉണ്ടാക്കൂലേ. അത് നമ്മളൊരു ആർഭാടത്തിന് വേണ്ടിയിട്ടോ എന്തിനോ ആരോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ എന്തിനാണ് നമ്മൾ അങ്ങനെ അത്രയും വലിയൊരു വീട് ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. ആകെ 2-3 ആളുകൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ വീടാണെങ്കിൽ ബ്രഹ്മാണ്ടം പോലത്തെ ഉണ്ടാവും. അപ്പോൾ അത്രയും നമ്മൾ ഏതായാലും ഉണ്ടാക്കി. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ വീടുകളുണ്ടാവും, മേലെ റൂമുകളുണ്ടാവും. ഇപ്പം ദാ ഇവിടെ തന്നെ ഞാനും കാര്യം മാത്രമേ ഉള്ളൂ. കുട്ടികളൊക്കെ ഇപ്പം അങ്ങനെ പോകുന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. ഞങ്ങളിപ്പോൾ മേലോട്ട് 2 റൂം ഉണ്ടാക്കിയത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ വീതി കുറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മേലോട്ട് റൂം ഉണ്ടാക്കിയത്. ആ റൂമിൽ ഇപ്പോൾ കിടക്കാനും ആൾക്കാരില്ല. താഴെ ഒരു റൂമുള്ളൂ, താഴെ ഇനി 2 റൂം വേണ്ടി. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് നമ്മൾ ആ വീടിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്ഥലത്തിൻ്റെ ഷേപ്പ് കൊണ്ടാണ് വീട് ഇങ്ങനത്തെ ഒരു ഷേപ്പായി പോയത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ വീടിൻ്റെ റൂം ഏതായാലും നമ്മൾ ഉണ്ടാക്കി, എന്തിൻ്റെയോ പേരിലായിക്കോട്ടെ. നമ്മൾ കടക്കണിയിലായിട്ടും ഉണ്ടാവും ആ വീടൊക്കെ ഉണ്ടാക്കിയിട്ട്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തൊക്കെ വീട്ടിനുള്ളിൽ കുത്തി നിറച്ചിട്ട് നമുക്ക് കടം വന്നിട്ടുണ്ടാവും. അതൊക്കെ പോട്ടെ, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ റൂമുകൾ നമ്മൾ ഉപയോഗിക്കാത്ത റൂം, അടച്ചിട്ട റൂമുകൾ ഉണ്ടാവും. ആ റൂം ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ആ വാതിലും ജനലൊക്കെ തുറന്നിട്ട് അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി മാറാല തട്ടി ഒന്ന് കാറ്റും വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ജനലും വാതിലൊക്കെ അങ്ങോട്ട് തുറന്നിടുക. കുറഞ്ഞ സമയം, ഒരു അരമണിക്കൂറെങ്കിലും. അങ്ങനെ അടച്ചിട്ട റൂമുകളിലും ഇതേപോലെ നെഗറ്റീവ് എനർജി വന്നിട്ട് നമ്മളെ വീട് മൊത്തം അത് ബാധിക്കും. നമ്മൾ വീട്ടിൽ താമസിക്കുന്നവർക്കാണ് അതിൻ്റെ ദോഷം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ആ റൂമൊക്കെ ഒന്ന് തുറന്നിട്ട് കാറ്റും വെളിച്ചമൊക്കെ ആ റൂമിലേക്ക് കയറത്തക്ക രീതിയിൽ കേട്ടോ. പിന്നെ അവിടെ ഒന്ന് ഒക്കെ അടിച്ച് വാരി ക്ലീനാക്കി, തുടയ്ക്കുകയാണെങ്കിൽ തുടച്ച്, ബെഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഇടയ്ക്ക് തട്ടി വിരിച്ച്, വെറുതെ ചുളിവൊന്നും ഉണ്ടാവില്ല എന്നാലും തട്ടി വിരിച്ച് ആ ഒരു ആൾപെരുമാറ്റമുള്ള പോലെ ഉള്ള സ്ഥിതിയിലാക്കണം കേട്ടോ നമ്മളെ റൂം. പിന്നെ എന്നിട്ട് എന്നതിൻ്റെ ശേഷം അതിൽ 2 ചന്ദനത്തിരിയെങ്കിലും, വേറെ നമ്മൾ ഊതോ മറ്റതോ ഒന്നും പുകയ്ക്കാൻ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ 2 ചന്ദനത്തിരിയെങ്കിലും അവിടെ കത്തിച്ച് വെച്ചേക്കുക ആ റൂമുകളിൽ. അപ്പോൾ ആൾപെരുമാറ്റമുള്ള രീതിയിലായിരിക്കണം നമ്മളെ റൂമുകളൊക്കെ നമ്മൾ കൊണ്ടെടുക്കേണ്ടത്. താഴെയല്ല, മേലെ. താഴെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, എപ്പോഴും പോവുകയും വരികയും ചെയ്യും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതിന് നമ്മൾ അതിൻ്റെ മേലെ ഇസ്തിരി ഇടാനെങ്കിലും മേലേക്ക് കയറി ഇറങ്ങുക. എന്നും ചെയ്തില്ലെങ്കിലും ഇടയ്ക്ക് ചെയ്ത് ആ ഭാഗത്തൊക്കെ ഒരു കാറ്റും വെളിച്ചമൊക്കെ ഉള്ള രീതിയിലും ആൾപെരുമാറ്റമുള്ള രീതിയിലൊക്കെ നമ്മൾ ആ റൂമുകൾ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള താമസിക്കുന്നവർക്ക് തന്നെയാണ് അതിൻ്റെ ബർക്കത്തുകേടും പിന്നെ ഐശ്വര്യക്കേടും ഒക്കെ. രണ്ടും ഒന്നാണ്. മറ്റ് മതസ്ഥർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഐശ്വര്യവും ബർക്കത്തും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടിച്ചു വാരുമ്പോൾ മൂലയിൽ കൂട്ടിയിടുന്ന ഒരു സ്വഭാവമുണ്ട്. ഇനി കുട്ടിയൊക്കെയാണ് അധികം ഉണ്ടാകുക എന്നാണ് പറയൽ. വലിയ ആൾക്കാരും അതിന് മോശമൊന്നുമല്ല. പിന്നെ അതേപോലെ തന്നെ ആ കൂട്ടി വെക്കണ ഒരു കാരണവശാലും മൂലയിലോ അവിടെ ഇവിടെ ഒന്നും ചണ്ടിയൊന്നും കൂട്ടിയിടരുത്, ക്ലീൻ ആയിക്കൊണ്ടെടുക്കുക. അതേപോലെ തന്നെ നമ്മളെ കട്ടിൻ്റെ അടികൾ, മേശൻ്റെ അടികൾ, ഡൈനിങ് ടേബിളിൻ്റെ അടി, അങ്ങനെ സകല മേശയും കസാലേൻ്റെയൊക്കെ അടിയിലുണ്ടാവും അഴുക്കുകൾ. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ മേശൊക്കെ നീക്കി വലിച്ച് പുറത്തേക്കല്ല കുറച്ച് നീക്കിയിട്ട് അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് മാറാല തട്ടി, അങ്ങനെ എന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ വീട് ക്ലീനാക്കി കൊണ്ടിരിക്കണം ഇതേ രീതിയിൽ. ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാത്ത വീട്ടിൽ കച്ചറ ഒഴിവാവൂല കേട്ടോ. ഭാര്യയും ഭർത്താവായാലും മക്കളും വാപ്പയും ഉമ്മയും ആയാലും ഒക്കെ ഇങ്ങനെ കലഹം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒക്കെ ഒരു ഇത് ഇങ്ങനെ നമ്മൾ വീട് ആ രീതിയിൽ കൊണ്ടെടുക്കുന്നതിനെ കൊണ്ടാണ്. മാറാലൊക്കെ എന്ന് പറഞ്ഞാൽ പറയേണ്ട എന്തൊക്കെ നമുക്കൊരു ഇറിറ്റേഷനാണ്. ഇനി കച്ചറയും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ഒരു കാണുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷനാണ്. ഫാനിൽ അഴുക്ക് നിറഞ്ഞിടുന്നാൽ നമുക്കെന്തോ ജാതിയാണ്, മാറാല നിറഞ്ഞിടുന്നാൽ നമുക്കെന്തോ പോലെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ മൈൻഡിൽ പോസിറ്റീവ് ആക്കി വെക്കുക എപ്പോഴും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ വീട്ടിലേക്കൊരു ഐശ്വര്യം കയറി വരിക. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ ചെരുപ്പ് ആവശ്യമില്ലാത്ത ഒഴിവാക്കുക. വെറുതെ ആണ് മുൻഭാഗത്ത് നമ്മൾ കൂട്ടിയിടണ്ട. കയറി നമ്മൾ എന്താ പറയുക, അവിടെ അയച്ചിട്ട് അകത്തേക്ക് കയറി ഒരാൾക്കൊരു 3-4 ചെരുപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും മുൻഭാഗത്ത്.
അതും നമ്മൾ രാവിലെ തന്നെ കണ്ണു തുറന്ന് ആ ചെരുപ്പിൻ്റെ മേലെയൊക്കെ നോക്കണമെങ്കിൽ അതും ഒരു ഇതാണ്. ചിലപ്പോൾ അന്ധവിശ്വാസം ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് പരിഗണിക്കേണ്ട കേട്ടോ. ഇത് വേറെ ഒന്നല്ലല്ലോ, അമ്പലത്തിലോ പള്ളിയിലോ പോയി നേർച്ച സ്ഥലത്തോ പോയി പോകേണ്ട കാര്യങ്ങളൊന്നല്ലല്ലോ ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒന്ന് ചെറിയൊരു മാറ്റമല്ലേ നമ്മൾക്ക്. അപ്പം നമ്മളും ചെയ്യാം, നമ്മളെ ഭർത്താവിനോട് നമ്മൾ മക്കളോടൊക്കെ പറയാം, അവരോടൊക്കെ പറഞ്ഞാൽ 1-2 പ്രാവശ്യമുള്ള ബുദ്ധിമുട്ടൊന്നല്ലേ ഇങ്ങനത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ആ ഫസ്റ്റ് തന്നെ നമ്മൾ ചെറിയ ഒരുപാട് ചണ്ടിയായാലും അഴുക്കായാലും കൂടിക്കിടക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക, നമുക്ക് ബുദ്ധിമുട്ട് വരിക, നമുക്ക് അവിടെ വേദന ഇവിടെ വേദന ഒക്കെ ഉണ്ടാവും നമുക്ക് വൃത്തിയാക്കാൻ. പക്ഷേ ഈ അന്നന്നത്തെ ചണ്ടികൾ അന്നന്ന് നീക്കം ചെയ്താൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാവരും വീട്ടിലും ഉണ്ടാവും അഴുക്കും മാറാലും ചണ്ടിയൊക്കെ. അതൊക്കെ നമ്മൾ തന്നെ അങ്ങോട്ട് നീക്കിയാൽ മതി. അതില്ലാത്ത വീട് ഇതെന്താ നമ്മൾ ഇതെന്താ വേറെ നമുക്ക് ഒരുപാട് ജോലിക്കാരോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ബംഗ്ലാവൊന്നുമല്ലല്ലോ അങ്ങനെ കൊണ്ട് നമ്മളെ വീടല്ലേ. വീട്ടിലാകുമ്പോൾ ചണ്ടി ഉണ്ടാവും, അഴുക്കുണ്ടാവും, വൃത്തികേടുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ റഹ്മത്തും ബർക്കത്തും ഉണ്ടാവും. എന്തോ അൽഹംദുലില്ലാ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് കേട്ടോ പറയുന്നത്. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ടായിരിക്കും ഇപ്പം ഞാൻ എടുക്കുന്ന ജോലിയിലായാലും നിക്കാക്ക് എടുക്കുന്ന ജോലിയിലായാലും ഒരുപാട് ഇനി ബംഗ്ലാവ് ഉണ്ടാക്കിയോ പിന്നെ എസ്റ്റേറ്റ് ഉണ്ടാക്കിയോ കാറോ അതൊന്നല്ല കേട്ടോ. അതൊന്നല്ല. നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ മനസ്സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടോ അത് മാത്രം നോക്കിയാൽ മതി. ഒരുപാട് സമ്പാദ്യമോ ഒന്നും വേണം. നമുക്ക് ഏറ്റവും എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഏറ്റവും മനസ്സമാധാനമാണ്. മനസ്സ് അസ്വസ്ഥത ആവുന്ന ഒരു കാര്യത്തിലും ഞാൻ ഏർപ്പെടലുമില്ല. എപ്പോഴും മനസ്സ് റിലാക്സ് ആയിരിക്കാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെയൊക്കെ എല്ലാവരും നമ്മൾ ചെയ്യുന്ന ജോലി ചെറുതാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള വരുമാനം കിട്ടുക, അത് നമ്മൾ നല്ല രീതിയിൽ ചിലവാക്കാൻ പറ്റും. ഇനി 1000 ലക്ഷങ്ങൾ കിട്ടിയാലും അത് നല്ല രീതിയിൽ ചിലവാക്കാൻ പറ്റിയില്ലേ നമ്മൾ അധ്വാനിക്കുന്നതിൽ കാര്യമൊന്നുമില്ലല്ലോ. കിട്ടുന്ന പൈസ നല്ല പൈസ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. പലിശയിൽ നിന്ന് കഴിയുന്നതും നമ്മൾ അകന്ന് നിൽക്കുക. അതും വലിയൊരു ഐശ്വര്യക്കേടാണ് നമ്മളെ വീട്ടിൽ. പരമാവധി ചിലത് പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അപ്പം എനിക്ക് അത് പാടില്ല എന്ന് പറയാനേ പറ്റൂല. അത് പറ്റാത്ത നിവൃത്തികേടുണ്ടാവും. ഒരു വീട് എടുക്കണമെങ്കിൽ ചില അധികം ആളുകൾ ലോൺ എടുക്കും. അതൊക്കെ പരമാവധി നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. ആവശ്യമില്ലാത്ത എടുക്കണ്ട. നമുക്ക് ആവശ്യമില്ലാതെ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളതിന് വേണ്ടിയിട്ടോ നമ്മൾ ലോൺ എടുക്കണ്ട. പലിശൻ്റെ ആ ഒരു ഇതിലേക്ക് കയറണ്ട. അത്രയേ ഉള്ളൂ. അല്ലാതെ പലിശ തീരെ അയിമലേക്ക് പോവാൻ ലോൺ എടുക്കരുത് അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇതിങ്ങനെ പ്രസംഗിച്ചാൽ മതിയല്ലോ, നമ്മളെ അവസ്ഥ നമുക്കെല്ലാം അറിയാമെന്ന് പറയുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് പരമാവധി നമ്മൾ ഒഴിവാക്കുക. പറ്റാവുന്നിടത്തോളം കടക്കണിയിൽ നമ്മൾ ആവാതെ വെക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ആരോടെങ്കിലും കടം 1000 10,000 കടം വാങ്ങിയാൽ ആ സമയമാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ, കടം വാങ്ങിയാൽ പിന്നെ ഓല് കൊടുക്കൂല. അത് നമ്മൾ വേറൊരാളോട് നമ്മൾ 1000 10,000 വാങ്ങി കടം കൊടുക്കാന്നാൽ എപ്പോഴും ഓല മനസ്സിൽ ആ ഒരു ഇത് നമ്മളെ പറ്റിയിട്ടുണ്ടാവും. നമ്മളെ ദുഷിച്ചും കൊണ്ട് നിൽക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മളെ പ്രാഗ്യം കൊണ്ട് നിൽക്കും നമ്മൾ പൈസ ഓൽക്ക് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ. അതേപോലെ തന്നെ നമുക്കാരെയും കടം തരാണ്ടെങ്കിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവില്ല, അത് തന്നില്ലല്ലോ എന്നുള്ളത്. അതും നമ്മളെ നേരെ വരുന്നൊരു ഇടങ്ങേറാണ് കേട്ടോ. അത് അങ്ങനെ നമ്മൾ കടം വാങ്ങിയാൽ പൈസ തിരിച്ചു കൊടുക്കാതൊക്കെ എന്ന് പറയുമ്പോൾ അതും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അതാ എല്ലാ ജനാലൻ്റെ ഭാഗത്തും ഉണ്ടാവും ഈ പല്ലി മുട്ടട്ടോ അല്ലെങ്കിൽ പല്ലിക്കാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുമ്പോഴാണ് ആക്കെ ഉണ്ടാകുക. അപ്പോൾ അതാ ഞാൻ പല്ലിൻ്റെ ഒരു ഇതാവട്ടെ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ അടിച്ച് വാരിയാണ് തട്ടിയതാണ് ജനാലൊക്കെ. പക്ഷേ വീണ്ടും പല്ലിൻ്റെ ആ ഒരു കാട്ടുള്ളപ്പോൾ അടക്കൊന്ന് ഇതേപോലെ നനഞ്ഞ തുണി വെച്ചിട്ട് തുടക്കുക കേട്ടോ. പല്ലിക്കാട്ടൊക്കെ വൃത്തികേടാണ്. നമുക്കൊരു എന്താ പറയുക, കാണുമ്പോൾ ഒരു ഇടങ്ങേറാണല്ലോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ അടുക്കളയിലെ പാത്രങ്ങൾ സിങ്കിൽ നിറച്ചിടാതൊക്കെ അത് പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. അതും അതേപോലെ തന്നെ എൻ്റെ അമ്മയൊക്കെ പണ്ട് പറയട്ടോ, ആ പാത്രം നമ്മൾ കഴുകാതെ ഇടുന്ന പാത്രം നമ്മളെ ശപിച്ചും കൊണ്ടിരിക്കുന്നതാണ്. അന്ധവിശ്വാസമായിരിക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വീട് വൃത്തിയാക്കി കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മുൻപുള്ളവർ പറയുന്നതായിരിക്കും. നമ്മൾ എച്ചിൽ പാത്രം ഇട്ടാൽ ആ എച്ചിൽ പാത്രം നമ്മളെ ശപിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി പരമാവധി നമുക്ക് ചിലപ്പോൾ പല അവസ്ഥകളും നമ്മൾക്ക് മനുഷ്യന്മാർക്ക് വരും, വയ്യാണ്ടാവും. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ ആരെയും കഴിയുന്നവരുണ്ടെങ്കിൽ ഓലെ കൊണ്ട് നമ്മൾ കഴിക്കുക. പിന്നെ ഒന്നും പറ്റണില്ലെങ്കിൽ ആ വേസ്റ്റൊക്കെ വേറെ ഒഴിവാക്കിയിട്ട് ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചെങ്കിലും വെക്കുക. അത് ഉണങ്ങി പിടിച്ചിട്ട് ഒരു കാരണവശാലും ഉണ്ടാവരുത്. അതേപോലെ തന്നെ കുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. തിന്ന പാത്രം നമ്മൾ സിങ്ക് കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ചിട്ടേക്കട്ടെ. ചെറിയ മക്കളാണെങ്കിൽ പറ്റൂലല്ലോ കഴുകാൻ. ഒരു അത്യാവശ്യം വലുപ്പമാകുമ്പോഴത്തേനും ഓല പറഞ്ഞ് പഠിപ്പിക്കുക ആ പാത്രമാണ് കഴുകാൻ, തിന്ന പാത്രം കഴുകാൻ. തിന്ന പാത്രം നമ്മൾ കഴുകാതെ അവിടെ ഇട്ടേച്ചാൽ മണിക്കൂറുകളോളം കഴിയുമ്പോൾ അത് ഉണങ്ങി പിടിക്കുമല്ലോ എന്തായാലും. അപ്പോൾ ആ വീട്ടിലോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് ദാരിദ്ര്യം വരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് വെള്ളം ഒഴിച്ചിട്ടെങ്കിലും ഇടാം. ഇനി ചെറിയ മക്കളാണ്, അത്യാവശ്യം വലുപ്പമുള്ള മക്കളാണ്, തിന്ന പാത്രം കഴുകാൻ തന്നെ പറയാം. പിന്നെ അതേപോലെ
നമ്മൾ മുസ്ലിങ്ങൾ അധികം ആളും ചെയ്യുന്നത് തന്നെ ആയിരിക്കും. എന്നാലും മഗ്‌രിബിന് നമ്മൾ യാസീൻ ഓതല്ലോ. ഞാൻ അധികം മഗ്‌രിബിനാണ്, സുബഹിക്ക് ഞാൻ ഓതലില്ല നോമ്പിനല്ലാതെ. അപ്പോൾ നമ്മൾ യാസീൻ ഓതുന്ന കൂട്ടത്തിൽ ഒരു വാക്കിയ സൂറത്തും കൂടി ഓതാൻ ശ്രമിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഓതുന്നവരുണ്ടാവും. അപ്പോൾ ഈ വാക്കിയ സൂറത്ത് നമ്മൾ ഒരു കാരണവശാലും മറന്നു വരുത്. അത് നമ്മളെ വീട്ടിൽ ദാരിദ്ര്യം ഇല്ലാതാക്കൂട്ടോ. ആ ഒരു സൂറത്ത് ഓതിയാൽ ഡെയിലി മഗ്‌രിബിന് ശേഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം മനസ്സമാധാനം സ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മഗ്‌രിബ് തൊട്ട് ഇശാ വരെ നമ്മൾ ആ പായിൽ തന്നെയാണല്ലോ അധികം ഇരിക്കുക. അപ്പോൾ ആ ഒരു സമയം ഉണ്ടല്ലോ, മഗ്‌രിബ് മുതൽ ഇശാ വരെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ ഇതൊക്കെ ഓതുക, ദിക്ർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഇതാക്കല്ല, ബുദ്ധിമുട്ടിക്കല്ല, പറഞ്ഞുകൊണ്ടിരിക്കല്ല, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ചെയ്യാത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഓല് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കൂലി എനിക്കും കൂടി കിട്ടൂലേ. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അതിലും ഒരു കൂലി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ലോങ് ആയി പോയില്ലേ, അപ്പോൾ ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എനിക്കും അതൊരു ഉപകാരമാണ്, അതേപോലെ കമൻറ്റ് വായിക്കുന്നവർക്കും അതൊരു ഉപകാരമാണ്. എന്തെങ്കിലും ഇതേപോലെ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ, ഇതൊന്നും ആയിരിക്കില്ല, ഇഷ്ടംപോലെ ഉണ്ടാവും, പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയം കുറച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലീനിങ്ങുമായി കുറച്ച് കാര്യങ്ങളുമായി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.